ഡൽഹി സർവകലാശാലയിലെ LSR കോളേജിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഭയങ്കര സെക്യൂരിറ്റിയൊക്കെയാണ്. ഈ പ്രായത്തിൽ ഇനി ഞാൻ ഈ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കാനൊന്നുമല്ല. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിട്ടുള്ള കോളേജുകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പേരാണ് LSR. ഡൽഹി സർവകലാശാലയുടെ അഭിമാനമായ ഈ കോളേജ് എന്തുകൊണ്ട് ഇത്രത്തോളം പ്രശസ്തമായി? ഇവിടുത്തെ മെച്ചപ്പെട്ട അന്തരീക്ഷം, പ്ലേസ്മെൻറ്റുകൾ, ഒപ്പം ചരിത്രപരമായ പ്രാധാന്യം ഒക്കെ നമുക്കറിയാം. അതും എൻ്റെ മോനിലൂടെയാണ്. ഡോക്ടർ മഹേഷ് എസ് പണിക്കർ, എൻ്റെ എൽഡർ സിസ്റ്ററായിട്ടുള്ള ശ്രീമതി രാധാമണി ടീച്ചറിൻ്റെ മകൻ, ഇവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇവിടെയൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ലെജൻസ് പഠിച്ചു പോയ ഈ കോളേജിലൊന്ന് വരാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മോൻ നിമിത്തമാണ്. ഡോക്ടർ മഹേഷ് എസ് പണിക്കർ ഏകദേശം 19 വർഷം പൂർത്തിയാക്കുകയാണ് ഈ ജൂലൈയിൽ ഈ കോളേജിൽ. MG യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ 1ാം റാങ്കോടെ പാസ്സായി. JNUവിൽ MA, MPhil, PhD ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മോൻ ഇവിടെ LSRൽ വർക്ക് ചെയ്യുന്നത്. മോൻ JNUവിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ ആഗ്രഹിച്ചതാണ് ഒന്ന് വരാനായിട്ട്. ഇപ്പോഴാണ് അത് സാധിച്ചത്. ഇത്രയും മിടുക്കനായ ഒരു മകനെ പഠിപ്പിക്കാൻ എനിക്ക് സ്കൂൾ ക്ലാസ്സുകളിലവരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള കോളേജുകളിലൊക്കെ പഠിക്കാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അഭിമാനമാണ്. ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസാണ്. ഇവിടുത്തെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെടും. അത്രയ്ക്കും സുന്ദരമായ ഒരു ക്യാമ്പസ്. പ്രശസ്ത വ്യവസായിയായിരുന്ന സർ ശ്രീറാം തൻ്റെ ഭാര്യയുടെ സ്മരണാർത്ഥം സ്ഥാപിച്ച കോളേജാണിത്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് തന്നെ അദ്ദേഹം സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകുക, കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ് ഈ സ്ഥാപനം. എൻട്രൻസ് കഴിഞ്ഞത് മുതൽ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഞാൻ ഊട്ടിയിൽ പോലും ഇത്രയും നല്ലൊരു ഗാർഡൻ കണ്ടിട്ടില്ലെന്ന് പറയാം. അത്ര മനോഹരമായ ഒരു ഗാർഡൻ. ന്യൂഡൽഹിയിലെ ലജപത് നഗരിയിലുള്ള ഈ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വനിതാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ്. ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള ഒരു മികച്ച കോളേജ്. ആർട്സ്, കൊമേഴ്സ്, സയൻസ് വിഭാഗങ്ങളിൽ ബിരുദാനന്തര കോഴ്സുകളൊക്കെയുള്ള കോളേജാണ്. 1956 സ്ഥാപിതമായ കലാലയമാണിത്. ദര്യാഗഞ്ചിലെ ഒരു ചെറിയ സ്കൂൾ കെട്ടിടത്തിൽ വെറും 243 വിദ്യാർത്ഥിനികളുമായിട്ടാണ് ഈ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കാലക്രമേണ ഈ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജായിട്ട് വളർന്നു. ഇന്ന് ഇന്ത്യയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മുൻനിര കോളേജാണിത്. ഈ കോളേജിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സർ ശ്രീറാമിൻ്റെ സ്റ്റാച്യു ആണ് നമ്മൾ ഈ ഗാർഡനുള്ളിൽ കാണുന്നത്. അക്കാദമിക വിഷയങ്ങളിൽ അസാധാരണമായ മികവ് കാട്ടുന്ന കോളേജാണ് ഇന്ന് ഇത്. NIRF അതിൽ സ്ഥിരമായിട്ട് മുൻനിരയിൽ ഇടം പിടിക്കുന്ന കോളേജ്. ദക്ഷിണ ഡൽഹിയിലെ ലജപത് നഗറിൽ 15 ഏക്കറിൽ പരന്നു കിടക്കുന്ന മനോഹരമായ ക്യാമ്പസിലാണ് ഈ കോളേജ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ വലിയ കമ്പനികളിൽ നിന്നൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ സെലക്ഷനൊക്കെ കിട്ടി, പ്ലേസ്മെൻറ്റൊക്കെ കിട്ടിപ്പോകുന്നതാണ്. കേവലം അക്കാദമിക മികവിനും അപ്പുറം സാമൂഹിക പ്രതിബദ്ധത, നേതൃപാടവം, വിമർശനാത്മക ചിന്ത എന്നിവ വളർത്തുന്നതിൽ LSR കോളേജ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് മോനിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്റ്റുഡൻസിൻ്റെ സമഗ്രമായ വികസനത്തിന് സഹായിക്കുന്ന ഒരു കോളേജാണ്. അക്കാദമിക നിലവാരം, പ്ലേസ്മെൻറ്റുകൾ, മികച്ച സൗകര്യങ്ങൾ എന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രത്യേക സ്ഥാനം ഈ കലാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വിദ്യാലയത്തിൽ പ്രവേശനത്തിനായിട്ട് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ എഴുതി മുന്നിൽ വരുന്നവർക്കാണ് പഠിക്കാൻ യോഗ്യത ലഭിക്കുന്നത്. കോളേജിലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചെന്നത്. അതുകൊണ്ടാണ് കൂടുതൽ വിദ്യാർത്ഥിനികളെ ഒന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ലോകമറിഞ്ഞ ധാരാളം ആളുകൾ പഠിച്ച കോളേജാണ്. 2016 മുതൽ 2021 വരെ മ്യാൻമറിൻ്റെ സ്റ്റേറ്റ് കൗൺസിലറായിട്ടും വിദേശകാര്യമന്ത്രിയായിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ച രാഷ്ട്രീയക്കാരിയും നയതന്ത്രജ്ഞയുമായ നോബൽ സമ്മാൻ ജേതാവ് ഓങ് സാൻ സൂചി ഈ കോളേജിൻ്റെ പ്രോഡക്റ്റാണ്. പ്രശസ്ത എഴുത്തുകാരി ഗീതാഞ്ജലി ശ്രീ, അതുപോലെ മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് തുടങ്ങി നിരവധി പ്രശസ്തർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനികളാണ്. അതുപോലെ യങ്ങസ്റ്റ് സിവിൽ സർവീസ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ടീന ഡാബി മോൻ്റെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ രാജസ്ഥാനിലെ കളക്ടറാണെന്നാണ് മോൻ പറഞ്ഞത്. അതുപോലെ പ്രശസ്തരായ ഒളിമ്പിക്സ് ഷൂട്ടിസ്റ്റ് മനു ഭാക്കർ, മഹേശ്വരി, അതുപോലെ കുറേ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പഠിച്ചുപോയ കോളേജാണ്. ഞങ്ങളുടെ മോൻ ഡോക്ടർ മഹേഷ് എസ് പണിക്കർ, അവൻ്റെ വൈഫ് സരിതയ്ക്കും മോനും ഒപ്പമാണ് ഇവിടെ
താമസിക്കുന്നത്. ക്വാർട്ടേഴ്സിലായിരുന്നു കുറച്ച് നാൾ, ഇപ്പോൾ സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറി. ഞങ്ങളുടെ കൂടെയുള്ളത് മഹേഷിൻ്റെ ഫ്രണ്ട് ഡോക്ടർ ജോനപ്പൻ കുശി വർഗീസ്. അദ്ദേഹം ഇവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറാണ്. കോളേജ് കാണാൻ പോയെങ്കിലും വീഡിയോ ഒന്നും ചെയ്യുന്ന കാര്യമൊന്നും അന്നേരം അത്രയും ഓർമ്മയിലില്ലായിരുന്നതുകൊണ്ട് പല വീഡിയോസും പല ഫോട്ടോസും ഒന്നും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല. എൻട്രൻസ് മുതൽ ഞങ്ങൾ കുറേ നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇവരുടെ കോഫി സെൻറ്റർ, കോളേജിൻ്റെ കോഫി സെൻറ്ററൊക്കെ ഉള്ളത് അവിടെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. ഡൽഹി പോലുള്ള ഒരു മെട്രോ സിറ്റിയിൽ ഇത്രയും ഗ്രീനറി ആയിട്ടുള്ള മറ്റൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മനോഹരമായ ഭംഗിയുള്ള ഇടമാണ്. യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളുടെ ഇടയിൽ ഇതൊരു ഗ്രീൻ വാലിയാണ്, ടോപ്പ് ഗ്രീൻ വാലിയാണ്. എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഗ്രീൻ കപ്പൊക്കെ നേടുന്നത് ഇവരുടെ കോളേജാണ്. മോൻ പറയുന്നത് ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഗാർഡനിലേക്കൊന്നും ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റില്ല. അത്ര സ്ട്രിക്റ്റായിട്ട് നോക്കിയിട്ടാണ് ഇത്രയും ഭംഗിയായിട്ടിത് ഇരിക്കുന്നത്. ഇടതുവശത്തായിട്ട് വലിയൊരു ബിൽഡിങ്ങുണ്ട്, ഓങ് സാൻ സൂചി സെൻറ്റർ ഫോർ പീസ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ദലൈലാമയാണ്. ആ സമയത്ത് ഇവിടെ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടിരുന്നത് ഡോക്ടർ മീനാക്ഷി ഗോപിനാഥ്. അത് നമ്മുടെ കേരളത്തിൻ്റെ സെക്കൻഡ് ചീഫ് മിനിസ്റ്ററായിട്ടിരുന്ന ശ്രീ പട്ടമി താണിപിള്ളയുടെ ഗ്രാൻഡ് ഡോട്ടറായിരുന്നു. ലേഡി ശ്രീറാം കോളേജിൽ 15 ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. അതിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് മോൻ പഠിപ്പിക്കുന്നത്. ഇവിടെ ഡിഗ്രിക്ക് BA ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, അതുപോലെ ജേർണലിസം, ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി, സാൻസ്ക്രിറ്റ് മുതലായ എല്ലാ സബ്ജക്റ്റുകളിലും കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. BScക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഒഴിച്ചുള്ള മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ കോളേജാണ്. പക്ഷേ ഇവിടുത്തെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെക്സ്റ്റിൽ ഉയർന്ന സ്കോർ നേടിയാൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കൂ എന്ന് മാത്രം. ഇതുകൂടാതെ ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സുണ്ട്. അത് പോസ്റ്റ് ഗ്രാജുവേഷന് തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ്. വിദേശത്തുള്ളവർക്കും അഡ്മിഷൻ എടുക്കാവുന്ന ഒരു കോഴ്സാണ്. കോൺഫ്ലിക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പീസ് ബിൽഡിംഗ് എന്ന ഒരു കോഴ്സാണ്. ഇതുമല്ലാതെ ബാച്ചിലേഴ്സ് ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. 4 ഇയർ കോഴ്സാണ്. പ്രൊഫഷണൽ എലിമെൻ്ററി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. തീർച്ചയായും ഇതുപോലെയുള്ള കോളേജുകളിലൊക്കെ പഠിക്കാൻ അഡ്മിഷൻ കിട്ടത്തക്ക രീതിയിൽ കുട്ടികളെ പ്രാപ്തരാക്കണം. എപ്പോഴും ഇതുപോലെ ഈ കോളേജിൻ്റെ മുകളിലൂടെയാണ് ഫ്ലൈറ്റുകൾ പോകുന്നത്. ഡൽഹി വിമാനത്താവളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് 1-2 ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഇത്രയും സൗന്ദര്യവൽക്കരിച്ച ഒരു കോളേജ് ക്യാമ്പസ് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ പക്ഷികളും അണ്ണാനും എല്ലാം ഉണ്ട്. ഇവിടുത്തെ അണ്ണനൊന്നും നമ്മളെ പേടിയേ ഇല്ല. ഞാൻ ഒരിടത്തിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്ന് അതിങ്ങനെ നമ്മളെ നോക്കി തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ഫോട്ടോ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, വീഡിയോ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അതൊരു നല്ല കാഴ്ചയായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളിപ്പോൾ തന്നെ കോളേജിന് ഒരു റൗണ്ട് വെച്ചു എന്ന് തന്നെ പറയാം. ഈ ഭാഗത്താണ് ടെന്നീസ് കോർട്ട്, വോളിബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട് ഒക്കെ. ചെടിയും പൂക്കളും ഒക്കെ വീക്ക്നെസ് ആയിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ ഭാഗത്ത് മുഴുവൻ വെറൈറ്റി ഡെസേർട്ട് പ്ലാന്റ്സ് ആണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ബ്യൂട്ടിഫുള്ളി മെയിൻറ്റൈൻഡ് ഗാർഡനാണ്. കോളേജിൻ്റെ വളരെ അടുത്തൂടെയാണ് മെട്രോ ലൈൻ പോകുന്നത്. എപ്പോഴും ഇങ്ങനെ ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാം. ഏകദേശം 8 മാസത്തിന് ശേഷമാണ് ഞാൻ മോനെ കാണുന്നത്. ഞങ്ങൾക്കെല്ലാം ഏറെ അഭിമാനവും അതുപോലെ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും ലഭിക്കുന്ന ഞങ്ങളുടെ മോനോടും സരിതയോടും കുഞ്ഞിനോടും ഒപ്പം കുറച്ച് നല്ല ദിവസങ്ങൾ ഡൽഹിയിൽ കിട്ടി. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.